2 years 3 years വീട് മേടിക്കേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ. നമുക്കൊരു വീട് വാങ്ങിക്കണം എന്നുള്ള ഒരു ഗോളിലായിരിക്കും നമ്മൾ വരുന്നത്. നമ്മൾ റെൻറ്റും പേ ചെയ്യുന്നതുകൊണ്ട് ആ എക്സ്ട്രാ പോർഷൻ ഇസ് ഗോയിങ് ടുവേർഡ്സ് യുവർ അസറ്റ്. ദറ്റ് എക്സ്ട്രാ പോർഷൻ ദാറ്റ് യു ആർ പേയിങ്, യു ആർ ക്രിയേറ്റിംഗ് എ വെൽത്ത് ഫോർ യുവർ next generation. They need to see how they structure the loan after they buy. It's very important. അതിന് പ്രൊഫഷണൽസ് തന്നെ വേണ്ടി വരും. മോർഗേജ് ഇൻഡസ്ട്രി ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മൾ 21 തൊട്ട് ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ടു ഓൾ വ്യൂവേഴ്സ് ഓഫ് ഓഷ്യൻ ന്യൂസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് a dashing female personality who is making waves in the mortgage industry. An experienced banker, mortgage advisor and director of KripaFinancial Solutions, Mrs. Simi Sethu. Welcome, Simi Chechi. Thank you, Meera. So, നമുക്ക് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത്, why KripaFinancial Solutions? Why KripaFinancial Solutions? It's a good question to start with, Meera. നമ്മളെല്ലാവരെയും പോലെ തന്നെ 2012 UAE ഇങ്ങോട്ട് മൂവ് ചെയ്തു വിത്ത് മൈ 2 daughters. ആൻഡ് അലോങ് വിത്ത് മൈ ഹസ്ബൻഡ് സേതു. അപ്പം ദുബായിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് സെയിൽസ് പ്രൊഫഷണലാണ്. എമിറേറ്റ്സ് എയർലൈനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പം വിത്ത് ദ പ്രീവിയസ് എക്സ്പീരിയൻസ് ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ സെയിൽസ് റോളിലാണ് ആദ്യം കയറുന്നത് വിത്ത് GE ഫൈനാൻസ്. അവിടെ നിന്ന് പിന്നെ BNZ ബാങ്കിലോട്ട് കയറി. അവിടെയാണ് ഐ ഗോട്ട് ഇൻട്രൊഡ്യൂസ് ടു ലെൻഡിങ്, ഹോം ലെൻഡിങ് അല്ലെങ്കിൽ മോർഗേജ് എന്ന് പറയാം. അത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാളായി 2 ആളായി നമ്മൾ കാരണം ആൾക്കാർ വീട് വാങ്ങിക്കുന്നു എന്ന് കണ്ടപ്പം അതൊരു പാഷനേറ്റായി. പിന്നെ ലെൻഡിങ്ങിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. അവിടുന്ന് ഫ്രം ദ ബാങ്കർ ഐ മൂവ്ഡ് ഇൻ ടു എ റോൾ ഓഫ് മൊബൈൽ മോർഗേജ് മാനേജർ ഫോർ BNZ, ഡൂയിങ് ഓൺലി മോർഗേജസ് ഫോർ ഫ്യൂ ഇയേഴ്സ്. അങ്ങനെ ഇരുന്നപ്പം ഡ്യൂറിങ് പ്രീ കോവിഡ് ടൈം കുറേ റെസ്ട്രിക്ഷൻസ് ബാങ്ക്സിൽ വന്നു. അപ്പം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ എല്ലാ ക്ലയൻസിനും ഒരു സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ബിക്കോസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ബാങ്കിങ് ഡിസിഷൻസ്. അങ്ങനെയാണ് ഓക്കെ, വൈ നോട്ട് ബിക്കം എൻ അഡ്വൈസർ. അപ്പം നമുക്ക് ഒരു സ്ട്രെച്ച് ഓഫ് ബാങ്ക്സ് വി ക്യാൻ വർക്ക് വിത്ത്. അങ്ങനെയാണ് KripaFinancial Solutions തുടങ്ങിയത്. ആൻഡ് നൗ ഐ എം സോ പ്രൗഡ് ടു ഹാവ് എ ടീം who are also as passionate as me. And that's wonderful to hear. Like വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആണ് അല്ലേ? യെസ്, ഗെറ്റിംഗ് ദെയർ. ഇത്രയധികം ബാങ്കുകളുള്ള ഒരു കൺട്രി ആണല്ലോ ന്യൂസിലൻഡ്. നമുക്കറിയാം ANZ, BNZ, ഒരുപാട് ബാങ്കുകൾ നമ്മൾ കാണുന്നുണ്ട്. സോ ഇത്രയധികം ബാങ്കുകളുള്ളപ്പോൾ വൈ ഷുഡ് വി ഗോ ടു എ മോർഗേജ് അഡ്വൈസർ? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയാൻ, മോസ്റ്റ് ഓഫ് ദ ബാങ്ക്സ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ മെയിൻ ബാങ്ക്സ് എല്ലാം ഓസ്ട്രേലിയൻ ബേസ്ഡ് ബാങ്ക്സ് ആണ്. ന്യൂസിലൻഡ് ഓൺഡ് ബാങ്ക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കിവി ബാങ്ക്, SBS ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, അങ്ങനെ ഫ്യൂ ബാങ്ക്സേ ഉള്ളൂ. മീര ഇപ്പോൾ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പലരിടത്തും ഞാൻ ബാങ്കിൽ മൊബൈൽ മോർഗേജ് മാനേജറായിട്ടിരുന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, വൈ ആർ യു ഗൈസ് ഗോയിങ് ടു എ മോർഗേജ് അഡ്വൈസർ വെൻ വി ആർ ഹിയർ? പക്ഷേ ഇപ്പം നൗ ദാറ്റ് ഐ എം ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ് എനിക്കിപ്പം അറിയാൻ പറ്റും എന്തുകൊണ്ടാണെന്ന്. ബിക്കോസ് അറ്റ് വൺ സിറ്റിംഗ് ദ കസ്റ്റമർ ഇസ് ഗിവിങ് യു ദ ഹോൾ പോർട്ട്ഫോളിയോ വി ആർ ഓപ്പണിംഗ് അപ്പ് ദെയർ പോർട്ട്ഫോളിയോ ടു മെനി ഡിഫറെൻറ്റ് ബാങ്ക്സ് അറ്റ് വൺ ടൈം. അപ്പം കസ്റ്റമർ എന്ന് പറയുമ്പം ഒരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ അവർക്ക് 2-3 സൊല്യൂഷൻസാണ് അവിടെ കിട്ടുന്നത്. ആൻഡ് ഓൾസോ ആസ് ബ്രോക്കേഴ്സ്, ബ്രോക്കിംഗ് വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡിൽ അറൗണ്ട് 50-60% of the total business done in the mortgage industry is done by the brokers. അതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഇവിടെ. ആൻഡ് ഓൾ ദ ബാങ്ക്സ് ഹാവ് ഗോട്ട് സെപ്പറേറ്റ് ആക്സസ് ഫോർ ബ്രോക്കേഴ്സ് ആൻഡ് അത് തേർഡ് പാർട്ടി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് ബാങ്കിൽ നടന്ന് കയറി ചെന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് സർവീസസ് കിട്ടുന്നോ അതിൽ ഒരു ഡബിൾ ഇഫക്റ്റായിട്ടാണ് ഞങ്ങളെ ബ്രോക്കിംഗ് വേൾഡിലേക്ക് ബാങ്ക് നോക്കുന്നത്. And we also get updates regularly, every day from the banks about their changes. A policy എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇന്ന് ഫസ്റ്റ് ഹോം ബയേഴ്സിന് 5% കൊടുക്കുമോ, 10% കൊടുക്കുമോ, അല്ലെങ്കിൽ ഇൻഫ്ലേഷനിൽ വരുന്ന ചേഞ്ചസ്. സോ വി ആർ അപ്ഡേറ്റഡ് ബൈ ഓൾ ദ ബാങ്ക്സ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. അപ്പം ഇതൊരു വലിയ ചലഞ്ചിങ് തന്നെയാണ്. ബിക്കോസ് ഇത്രയും ബാങ്ക്സിനെ ഹാൻഡിൽ ചെയ്യണം, ആ പോളിസീസ് എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ ക്ലയൻറ്റ് വരുമ്പോൾ ഈ ക്ലയൻറ്റിന്
ഏത് ബാങ്കാണ് സൂട്ടബിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. സോ ഇറ്റ്സ് എ വെരി റെസ്പോൺസിബിൾ ജോബ്, ബട്ട് ഐ എം എൻജോയിങ്. ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. അത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ അതിൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്തു ഇപ്പോൾ മോർഗേജ് അഡ്വൈസർ. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള നമുക്കൊരു അഡ്വൈസ് കിട്ടുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി വ്യൂവേഴ്സിന്. ഞാൻ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ ലോഗോ എല്ലാ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സിൻ്റെ പോസ്റ്റേഴ്സിൽ കാണാറുണ്ട് ന്യൂസിലാൻഡിൽ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ലൈക്ക് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്നത് ദ സപ്പോർട്ട് യു ഗിവ് ടു കമ്മ്യൂണിറ്റി, ദ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ്, അത് മലയാളികളാണോ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ക്ലയൻസ്? അതുകൊണ്ടാണോ കമ്മ്യൂണിറ്റീനെ ഇത്രയും സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഹൗ മച്ച് ആർ യു വാണ്ടിങ് ടു സപ്പോർട്ട് ദ കമ്മ്യൂണിറ്റി ഈവൻറ്റ്സ്? മീര, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളുടെ ലാംഗ്വേജ് ഈസ് എ കംഫർട്ട് വെൻ യു ഡിസ്കസ് ഫൈനാൻസ് അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബാങ്കിലുള്ളപ്പോൾ തന്നെ കൂടുതൽ ക്ലയൻസും മലയാളികളാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. പ്ലസ് തമിഴ്, ബിക്കോസ് ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് തമിഴും സംസാരിക്കും, തമിഴ്നാട്ടിലാണ് വളർന്നത്. അപ്പോൾ ഇതൊരു ലാംഗ്വേജ് ഒരു വലിയ കംഫർട്ടാണ്, നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഒരു ബാങ്കറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഫോറിൻ നാഷണലിൻ്റെ അടുത്തോ പോയി ഓക്കെ ഞാൻ ഇങ്ങനെ ഡെപ്പോസിറ്റ് എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. വേറസ് നമ്മൾ വി കം ഫ്രം ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്, വി നോ ഹൗ പീപ്പിൾ ക്യാൻ റേസ്. അപ്പം ഈ ഒരു സ്കിൽ സെറ്റ് കാരണം കൂടുതൽ ക്ലയൻസ് മലയാളികൾ തന്നെയാണ്, തമിഴിയൻസും. അപ്പം ഇഫ് ദേ ആർ ഗിവിങ് അസ് ദ ബിസിനസ്, വൈ ഡോണ്ട് വി ഗിവ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി? അതാണ് എൻ്റെയും സേതുവിൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒരു പോളിസി. ആൻഡ് പിന്നെ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ക്ലയൻസ് ആണ് കൂടുതലും വന്ന് സ്പോൺസർഷിപ്പ് ചോദിക്കുന്നത്. അപ്പോൾ അവരോടൊത്ത് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ട് ഇതിൽ. I think on behalf of all Malayalis, I should thank you for this, the support that you are giving for the community. ഇനി ഒരു ശരാശരി മലയാളി, ന്യൂസിലാൻഡിലേക്ക് വരുന്നൊരു മലയാളി ആദ്യം റെൻറ്റിന് താമസിക്കുന്നു. റെൻ്റൽ മാർക്കറ്റിനെ പറ്റി തന്നെ നമ്മൾ അറിയാം, ഒരുപാട് റെൻറ്റ് വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീട് മേടിക്കുക എന്നുള്ളതായിരിക്കും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവർ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പം റീസെൻ്റ്ലി ഇവിടെ മൂവ് ചെയ്തിട്ട് ഇനി ഒരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, അവരെ എങ്ങനെയാണ് സിമി ചേച്ചി ഒന്ന് അഡ്വൈസ് ചെയ്യുക? എന്തായിരിക്കണം അവരുടെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ വേർ ഷുഡ് ദേ സ്റ്റാർട്ട് പ്ലാനിങ് ആൻഡ് വെൻ ഷുഡ് ദേ സ്റ്റാർട്ട് പ്ലാനിങ്? വി ആർ മൂവിങ് ഇൻ ടു വെരി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് നൗ. അപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു വിതിൻ 2-3 years നമുക്കൊരു വീട് വാങ്ങിക്കണം എന്നുള്ള ഒരു ഗോളിലായിരിക്കും നമ്മൾ വരുന്നത്. അപ്പം അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു ദ ഡിഫറൻസ് വിച്ച് യു ആസ്ക്ഡ്, റെൻറ്റിങ് ആൻഡ് ബൈയിങ്. അപ്പം റെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ എല്ലാവർക്കും, അത് ഇറസ്പെക്റ്റീവ് ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിൻ നാഷണൽസ് ആണെങ്കിലും, അവർ ഓൺ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി മോർഗേജ് കാണും. മോർഗേജ് ഫ്രീ പ്രോപ്പർട്ടീസ് വളരെ ദ പെർസെൻറ്റേജ് ഇസ് വെരി ലെസ്. അപ്പം നമ്മൾ റെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീക്ക്ലി അടയ്ക്കുന്ന ആ റെൻറ്റ് ഇസ് ഗോയിങ് ടു ദാറ്റ് പാർട്ടീസ് മോർഗേജ്. സോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മൾ റെൻറ്റിന് കൊടുത്ത് വേറൊരാളുടെ വേറൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ മോർഗേജ് ഫ്രീ ആക്കുകയാണ് അവിടെ. സോ ഐ ഓൾവേസ് ടെൽ ദം, അതും ഇപ്പം നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു 3 bedroom ഹൗസിന് $550-600 നമ്മൾ പേ ചെയ്യുന്നത്, പ്ലസ് സം പോർഷൻ നമ്മൾ റെൻറ്റും പേ ചെയ്യുന്നതുകൊണ്ട് ആ എക്സ്ട്രാ പോർഷൻ ഇസ് ഗോയിങ് ടുവേർഡ്സ് യുവർ അസറ്റ്. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു അസറ്റിൽ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ നമ്മൾ. അപ്പം മീര ചോദിക്കും 650 എനിക്ക് മോർഗേജ് ഇപ്പം കിട്ടുമോ? കിട്ടത്തില്ല. ബട്ട് യു ഓൾവേസ് തിങ്ക് ദാറ്റ് ദ എക്സ്ട്രാ പോർഷൻ ദാറ്റ് യു ആർ പേയിങ്, യു ആർ ക്രിയേറ്റിംഗ് എ വെൽത്ത് ഫോർ യുവർ നെക്സ്റ്റ് ജനറേഷൻ. നൗ കമ്മിങ് ബാക്ക് ടു the second part of your question, മലയാളികൾ ഇവിടെ വന്ന് വീട് വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചും ലെറ്റ്സ് ഡിസ്കസ്. അപ്പം നമുക്ക് വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഓവർ ഹിയർ ഇൻ ന്യൂസിലാൻഡ് ഫൈനാൻസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇറ്റ്സ് എ സെൻട്രലൈസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ബിഹേവിയർ എന്തൊക്കെയാണേലും അത് ഇവിടെ ബാങ്കിങ്ങിൽ റിഫ്ലക്റ്റ് ചെയ്യും. എക്സാമ്പിൾ, നമ്മൾ റെൻറ്റ് അടയ്ക്കുന്നില്ല, നമ്മൾ മിനിമം പേയ്മെൻറ്റ്സ് ക്രെഡിറ്റ് കാർഡ്സിൽ പേ ചെയ്യുന്നില്ല, പവർ ബില്ല് മറന്നു പോകുന്നു അടയ്ക്കാൻ. മേ ബി എക്സാമ്പിൾ ഡെലിബറേറ്റായിട്ട് നമ്മൾ അടയ്ക്കാതിരിക്കുന്നതല്ല. ഇപ്പം നാട്ടിലോട്ട് പോവുക, നമ്മൾ 2 മാസം നാട്ടിൽ നിന്നു, പവർ ബില്ല് ഇവിടെ വന്നു, കുടിശ്ശികയായി. ദീസ് ഇൻഫർമേഷൻ ഇസ് പിക്ഡ് up by the centralized credit system, and when you go and apply for a credit card or personal loan or anything, this gets reflected.
So everything is documented. Yeah, it's absorbed. Everything is absorbed in the system. അപ്പം അത് ചില ബാങ്കുകൾ സിമ്പിൾ സിസ്റ്റം ആയിരിക്കും ക്രെഡിറ്റ് ചെക്ക് ചെയ്യുന്നത്. ചില ബാങ്കുകൾ CCR റിപ്പോർട്ട്സ് എന്ന് പറയും. അപ്പോൾ അവർക്ക് എല്ലാ ബിഹേവിയറും കാണാം. ഇപ്പം നമുക്ക് ജെം വിസ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളുടെ മലയാളികളുടെ ഇടയിലുള്ള ഒരു കോമൺ പ്രോഡക്റ്റാണ് ജെം ക്രെഡിറ്റ് കാർഡ്, ബിക്കോസ് യു ഗെറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ. അപ്പം നമ്മൾ വിചാരിക്കും ഇത് ഇൻട്രസ്റ്റ് ഫ്രീ ആണല്ലോ, ഞാൻ $500 ഇപ്പം അടയ്ക്കാം, ഇനി അടുത്ത 2 മാസം കഴിഞ്ഞ് ഒരു $1000 അടയ്ക്കാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. യു ഹാവ് ടു ഫോളോ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. മിനിമം പേയ്മെൻറ്റ് എത്രയാണോ അത് അടച്ചു പോകണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അനദർ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് ഐ സീ നമ്മുടെ മലയാളികൾ എസ്പെഷ്യലി ഒരു ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 30 to 45 ചെയ്യുന്നതെന്ന് പറയുന്നത്, വന്ന ഉടനെ നല്ല കാർസ് കിട്ടുമല്ലോ ഇവിടെ, ആൻഡ് ഇറ്റ് ഇസ് ചീപ്പർ. ലൈക്ക് ന്യൂസിലൻഡ് ന്യൂ കാർസ് ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഞങ്ങളൊരു 70K ഒരു 100K ഒരു കാറ് വാങ്ങിച്ചോട്ടെ. I think that is, yes, I know it is a passion for everybody to own a car, but if you have, നമുക്ക് ആ വീട് മേടിക്കണം, ഇനി ഒരു 2-3 yearsൽ ഞാൻ വീട് മേടിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, then I think hold on to the big purchases. Just go for a car which you can drive and get your things, because car is always, it's not an asset, because അതിന് ഡിപ്രീഷിയേഷൻ ഉണ്ട്. അതേസമയം വീടെന്ന് പറയുന്നത് നമ്മൾ അതൊരു അസറ്റാണ് ലോങ് ടേമിൽ. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി കൺസിഡറിങ്, ഓർ ദ ക്ലയൻറ്റ്സ് ഷുഡ് ബി കൺസിഡറിങ്. പിന്നെ എന്ന് പറയുന്നത് എങ്ങനെയും ഒരു ഗോൾ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ ഇൻകമ്മും എക്സ്പെൻസസും നോക്കിയിട്ട് ഒരു ചെറിയ എമൗണ്ട്, ഇഫ് ഇറ്റ്സ് നോട്ട് ടു, ഐ മീൻ ഒരു ഞാൻ പറയുന്ന $1000 $2000 അല്ല, ഈവൻ ഇഫ് യു ക്യാൻ സേവ് $250 or $100 per week, make that as a habit, you know, and regularly save it, and you call it as first home deposit or something, keep it there. പിന്നെ റീസെൻ്റ്ലി നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ഇൻഫ്ലക്സ് ഓഫ് ഫ്രം മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ countries വന്ന് they want to settle over here. They come with huge deposit. For them, when they are buying the house, getting pre-approvals is very easy, because അവർക്ക് deposit ഉണ്ട്, and they all come from with experience. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നുണ്ട്. അവർക്ക് ഞാൻ കൊടുക്കുന്ന വേറൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, they need to see how they structure the loan after they buy. It's very important. അതിന് പ്രൊഫഷണൽസ് തന്നെ വേണ്ടി വരും. ബിക്കോസ് നമ്മൾ എല്ലാ പൈസയും എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് കുട്ടികൾ അടുത്ത സ്റ്റേജസിലോട്ട് പഠിക്കാൻ പോകുന്ന ടൈമിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണം, അങ്ങനത്തെ കാര്യങ്ങൾ ഐ തിങ്ക് ദേ നീഡ് അഡ്വൈസ് ഓൺ. താങ്ക് യു സിമി ചേച്ചി. ഇപ്പോൾ എനിക്ക് ഓഷൻ ന്യൂസിൻ്റെ വ്യൂവേഴ്സിന് ലൈക്ക് ഫ്രീ ഫൈനാൻഷ്യൽ ആൻഡ് മോർഗേജ് അഡ്വൈസ് ആണ് ഇപ്പോൾ കിട്ടിയത്. അത് സിമി ചേച്ചി പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നവരുടെ കാര്യം വളരെ കറക്റ്റാണ്. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ അടുത്ത് വീട് മേടിച്ചതായി ഞാൻ തന്നെ കേട്ടത്. സോ അങ്ങനെ മേടിക്കുന്നവരായാലും ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ഡെഫിനറ്റ്ലി കൺസിഡർ ഗെറ്റിംഗ് അഡ്വൈസ് ബിഫോർ യു ഇൻവെസ്റ്റ്, അല്ലേ? യെസ്, കറക്റ്റ്, അബ്സല്യൂട്ട്ലി. ആൻഡ് ഓൾസോ അവർക്ക് അവരുടെ നമ്മളിപ്പോൾ കാണുന്ന ഒരു ബിഹേവിയർ, ബിക്കോസ് നമ്മളിപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റീസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബിഹേവിയർ എന്ന് പറയുന്ന അവരൊരു ദേ ആർ കൈൻഡ് ഓഫ് സെക്ലൂഡഡ് ബൈ ദെംസെൽഫ്. അപ്പോൾ അവർ ഓപ്പൺ അപ്പ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ വരുന്നില്ല. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട വേറൊരു അഡ്വൈസ് വെൻ ദേ ബൈ പ്രോപ്പർട്ടി ഇസ് please double check, triple check the valuations on different sites. You know, just don't go by what the agent or what you're seeing or what the vendor is asking. വീട് വാങ്ങിക്കാൻ പോകുമ്പോൾ കൊടുക്കുന്ന try and negotiate based on the rates. അപ്പം അതൊരു വലിയ ഫാക്ടറാണ് ഇപ്പോൾ. ഓക്കെ. പക്ഷേ ഈ അടുത്തല്ല, കുറച്ച് നാളായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ന്യൂസ് പേപ്പറിലും മീഡിയയിലൊക്കെ, ന്യൂസിലാൻഡ് ഇപ്പോൾ റിസഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്, ഇപ്പോൾ വീട് മേടിക്കാൻ പറ്റിയ സമയമല്ല, അങ്ങനെ ഒരുപാട് ന്യൂസ് പല സൈഡിൽ നിന്നും കേൾക്കുന്നുണ്ട്. സോ ആസ് എൻ എക്സ്പീരിയൻസ്ഡ് അഡ്വൈസർ, സിമി ചെയ്ത ടേക്ക് എന്താണ് ഇപ്പോഴത്തെ കറണ്ട് എക്കണോമി ആൻഡ് ദ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ്? മീര കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഇടയ്ക്ക് ചില വീഡിയോസൊക്കെ ഇങ്ങനെ എൻ്റെ മാർക്കറ്റിംഗ് പേഴ്സൺ കമ്പൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം മനസ്സിലാക്കേണ്ട, യെസ് we were in recession, and it was not a recession as such, it was a technical recession. So
ഗവൺമെൻറ് റിസഷൻ ഫോഴ്സ് ചെയ്തതാണ്. ഓക്കെ സോ എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ദേ ക്യാൻ ബ്രിങ് ദ ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോൾ. അപ്പം എന്താണ് ഇപ്പം നടക്കുന്നത് മോർഗേജ് ഇൻഡസ്ട്രിയിൽ? ഐ എം ഷുവർ എവ്രിബഡി വോണ്ട്സ് ടു നോ അബൌട്ട് ദിസ്. ആൻഡ് മോർഗേജ് ഇൻഡസ്ട്രി ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മൾ 21 തൊട്ട് ഒരു ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രീ കോവിഡ് ഒരു ആവറേജ് ഇവിടെ ഒരു 6 to 7% ഗ്രോത്ത് ആണ് പ്രോപ്പർട്ടിക്കുള്ളത്. അപ്പം 2019 വരെ നല്ലതായിട്ട് തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2020 ആ കോവിഡ് വരുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു പ്രോപ്പർട്ടി ഇടിഞ്ഞു പോകും, ബിക്കോസ് കോവിഡ് ക്ലോഷർ എല്ലാം വരും. ബട്ട് ഇറ്റ് ആക്ച്വലി ഓപ്പോസിറ്റ് ആണ് നടന്നത്. എല്ലാം പ്രോപ്പർട്ടിയും അറൗണ്ട് 20% 23% അന്നാണ് വെല്ലിംഗ്ടണിലൊക്കെ ഭയങ്കരമായിട്ട് ഹൈക്ക് വന്നത്. ഓക്കെ. പക്ഷെങ്കിൽ അത് ഒരു 21 വരെ ആ ഒരു ഹൈക്ക് നിന്നുള്ളൂ. 21 ഗവൺമെൻറ് ഓൾസോ ദ കൺട്രി, ഐ മീൻ റിസർവ് ബാങ്ക്, ഗവൺമെൻറ് ആൻഡ് ദ ബാങ്ക്സ് wanted to control. എപ്പോഴും എല്ലാ മാർക്കറ്റിലും ഉള്ളതാണല്ലോ ഇൻഫ്ലേഷൻ ബേസ്റ്റ് ഔട്ട് ആവാതിരിക്കാൻ. സോ ആ കൺട്രോൾ മെഷേഴ്സ് എല്ലാം വന്നു 21 ആൻഡ് ഗ്ലോബലി കോവിഡ് മാറി തുടങ്ങി. തിങ്സ് became natural. സോ അപ്പം ഞാൻ ആ ഒരു കോവിഡ് പീരിയഡ് അല്ലെങ്കിൽ ഒരു 20 to 21 19 to 21 കണ്ട ആ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് മാജിക്കൽ. മനസ്സിലായോ? പ്രോപ്പർട്ടി കൂടിയതും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും, ഇൻട്രസ്റ്റ് റേറ്റ് അന്ന് ന്യൂസിലാൻഡ് ഐ തിങ്ക് in history we never saw 2% interest rate. We had one bank going for 1.99% interest. അപ്പം അതൊക്കെ മാജിക്കലായിരുന്നു. So let me tell you now, even though we are predicting interest rates to come down, we are not expecting it to go to 2%, right? But interest rates ഇപ്പോൾ ഏതൊരു മാർക്കറ്റിലും ഏതൊരു കമോഡിറ്റി എടുത്താലും തന്നെ ഇറ്റ് ഗോസ്. നമ്മുടെ നാട്ടിൽ റബ്ബറിന് വില കൂടും കുറയും, ഗോൾഡിന് കൂടും പിന്നെ ഇച്ചിരി കുറയും കൂടും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സും അതുപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു 30-year ടേമിലാണ് ഒരാൾക്ക് ലോൺ ചെയ്യുന്നത്. ആ ഒരു ടേമിൽ കൂടും കുറയും. സോ ഇറ്റ് ക്യാൻ ദ ഗ്രാഫ് ഇസ് ഓൾവേസ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി കോൺസ്റ്റൻറ്റ്. അപ്പം ആ ഒരു ടഫ് പീരിയഡിലാണ് നമ്മളിപ്പോൾ. അപ്പം വി ആർ എക്സ്പെക്റ്റിംഗ് ഇപ്പം ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൺട്രോളായി വരുന്നു എന്നാണ്. ഓക്കെ. സോ ദാറ്റ് മീൻസ് റിസർവ് ബാങ്ക് ക്യാൻ ടേക്ക് എ ഡിസിഷൻ ടു കൺട്രോൾ ദ OCR. they can go into keeping the OCR the same. OCR എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ ക്യാഷ് റേറ്റ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ OCR കുറയ്ക്കാൻ അവർ തീരുമാനിച്ചാൽ ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയും. പക്ഷേ ദർ ഇസ് ഓൾസോ economists and banks are predicting that they might keep the OCR to be constant for another 6 months. Okay. So we are expecting March, April തൊട്ടാണ് 2025 കുറയാൻ തുടങ്ങുന്നത്. But again, it's not going back to that 2%. It will be a slow shift coming down. So I think 2025 onwards കുറഞ്ഞു തുടങ്ങാൻ chances are there. പിന്നെ ഇതൊക്കെ it's a risk again. I am not a person to comment, okay, ഇത് വരും അല്ലെങ്കിൽ ഇത് വരത്തില്ലാന്ന്. It's all I read regularly these reports. Based on these reports, we are expecting it to come down. Okay. But again, I will say, tell the viewers, whether you have mortgage or not, you don't have mortgage, it's a tough period. Like, pala job cuts are happening. Yes. Again, ee job cuts okke, like, it will improve the economy for the country in the long term. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല പ്ലാനിങ്ങിലൂടെ പോവുക, സ്പെൻഡിങ് കുറയ്ക്കുക, ആൻഡ് കൺട്രോൾഡ് സ്പെൻഡിങ്, ബഡ്ജറ്റ് വെച്ചിട്ട് മുന്നോട്ട് പോവുക. സോ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഈ ഒരു നെക്സ്റ്റ് 1 year തൊട്ട് 2 years വരെ വെൻ ദ ഗവൺമെൻറ് ആൻഡ് ദ ഹോൾ എക്കോണമി ഈസ് ഗോയിങ് ത്രൂ ദ ടർമോയിൽ പീരിയഡ്. യുനോ, പക്ഷെ എന്നാലും ദർ ഇസ് ഹോപ്പ് അല്ലേ? അബ്സല്യൂട്ട്ലി, ഇറ്റ്സ് ഓൾ എ സൈക്കിൾ അല്ലേ? ഇതെല്ലാം ഒരു സൈക്കിളാണ്. ആ ഒരു സൈക്കിളിൻ്റെ ഒരു ടഫ് പീരിയഡിലാണ്. ദ ക്ലൗഡ് ഇസ് നോട്ട് ഗോയിങ് ടു ബി അറ്റ് ദ സെയിം പൊസിഷൻ അറ്റ് ദ ത്രൂ ഔട്ട്. ഇറ്റ് കീപ്സ്, ഐ എം ഷുവർ അത് വളരെ കേൾക്കുന്നവർക്ക് അത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സിനെ പറ്റി സംസാരിച്ചു, ഓൾറെഡി മോർഗേജ് അടയ്ക്കുന്നവരെ പറ്റി സംസാരിച്ചു.
ഇനി മൾട്ടിപ്പിൾ ആയിട്ട് പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ആളുകളെ എനിക്കറിയാം. അതായത് ഒരു പ്രോപ്പർട്ടി അല്ല, ദേ ഹാവ് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഇൻ ന്യൂസിലൻഡ്. അപ്പം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു ഹോം ഓൾറെഡി ഒരു ഹോം ഓണറാണ്, ദേ വോണ്ട് ടു ബൈ എ സെക്കൻഡ് ഹോം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുന്നത്? See, coming back to that same point, like interest rates are at its peak. Valuations, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കുറയും. എന്തുകൊണ്ടാണ് പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ കുറയുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ബൈ ചെയ്യുന്നില്ല, ലിമിറ്റഡ് ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ വാല്യൂസ് കുറയും, ഒരുപാട് പ്രോപ്പർട്ടീസ് മാർക്കറ്റിൽ വരും. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ സെയിം. അപ്പോൾ പക്ഷേങ്കിൽ ഈ ഒരു പീരിയഡിൽ, ഞാൻ ആ കഴിഞ്ഞ പോയിന്റിൽ അത് വിട്ടുപോയിട്ടുണ്ടാവും, ഈ ഒരു പീരിയഡിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, ബിക്കോസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് ഇറ്റ്സ് പീക്ക് ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് ടു കം ഡൗൺ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹോം ബയേഴ്സിൻ്റെ മാർക്കറ്റാണിത്, ബയേഴ്സ് മാർക്കറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേങ്കിൽ ഈ 2018-19 തൊട്ട് മേടിക്കാതെ രണ്ടാമത്തെ വീട് നോക്കിയിരിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ വീട് അപ്ഗ്രേഡ് ചെയ്യാനിരിക്കുന്നവരോ കുറേ പേരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയാണ്. ദേ ആർ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് കംപ്ലീറ്റ്ലി. സോ ദേ ആർ ജസ്റ്റ് വെയിറ്റിംഗ് ദേ ടു കം ബാക്ക് ഇൻ ടു ദ മാർക്കറ്റ്. സോ ടു ഗോ ബാക്ക് ടു ദ ഫസ്റ്റ് ഹോം ബയേഴ്സ്, സോ ബയേഴ്സിന് യെസ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഗോയിങ് ടു ബി ദെയർ at least for a couple of years. If you can manage that high interest, then it's the right time to buy, because നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഇല്ല. ഫസ്റ്റ് ഹോം ബയേഴ്സിന് കോമ്പറ്റീഷൻ ഇപ്പോൾ കുറവാണ്. യു ആർ കമ്പീറ്റിംഗ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഓക്കെ. ആൻഡ് യു ഹാവ് മോർ പ്രോപ്പർട്ടീസ് കം ദെയർ. നൗ ഇപ്പം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം, വിച്ച് ആർ ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സും എഗെയിൻ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ നമ്മളിപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ, ഒരുപാട് ഇൻട്രസ്റ്റ് ക്ലെയിം അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ലാസ്റ്റ് ഗവൺമെൻറ് ഹാഡ് ടേക്കൺ അവേ. അത് അവരെടുത്തോണ്ട് അത് മാറ്റി കളയാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ, ഹൗസിംഗ് മാർക്കറ്റ് അല്ലെങ്കിൽ ഹൗസിംഗ് അവൈലബിലിറ്റി ഓൾവേസ് ഒരു നമ്മളുടെ ഗവൺമെൻറ്, നമ്മുടെ കൺട്രിയുടെ ഒരു കൺസേൺ ആണ്. നമുക്ക് ഒന്നെങ്കിൽ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമാണ്. അപ്പോൾ ആ ഒരു ഹൗസിംഗ് മാർക്കറ്റിൻ്റെ ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്തു. അതിനെ റിവൈസ് ചെയ്ത് അടുത്ത ഗവൺമെൻറ് ഇപ്പം മുന്നോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇൻവെസ്റ്റേഴ്സ് വെർ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ബിക്കോസ് ദേ ബീൻ അറ്റാക്ഡ് ബൈ ഓൾ ആംഗിൾസ്, ഇൻട്രസ്റ്റ് റേറ്റ്സ്, പോളിസീസ്, എവറിത്തിങ്. അപ്പം ഇപ്പം ജൂലൈയിൽ ദ ബിഗ്ഗസ്റ്റ് ചേഞ്ചസ്, എ ലോട്ട് ഓഫ് പോളിസീസ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ബീൻ ചേഞ്ച്ഡ്. ഓക്കെ. from the government side. So they will, the bright line testil എന്ന് പറഞ്ഞാൽ ഒരാൾ വീട് മേടിച്ചിട്ട് വിൽക്കുമ്പം അതിന് ചില ടാക്സസ് ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റാണ്, കുറയ്ക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ അവർക്ക് റെൻ്റൽ പ്രോപ്പർട്ടീസിൽ ചില കാര്യങ്ങൾക്ക് അവർക്ക് ബെനിഫിഷ്യലാണ്. ഇപ്പം ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ഡീറ്റെയിൽ, നല്ല ബെനിഫിറ്റ്സ് തിരിച്ചു കൊണ്ടുവരുവാണ്. സോ വി ആർ എക്സ്പെക്ടിങ് ഇൻവെസ്റ്റേഴ്സ് ടു ബി ബാക്ക് ഇൻ ദ മാർക്കറ്റ് സൂൺ. ഓക്കെ. അങ്ങനെ പറയുമ്പോൾ ഇറ്റ് വിൽ ബി എ കോമ്പറ്റീഷൻ ഫോർ ദ ഫസ്റ്റ് ഹോം ബയേഴ്സ്. പക്ഷേങ്കിൽ എന്നാലും ഉടനെ കാണില്ല. ഇറ്റ് വിൽ ബി ബിക്കോസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ അറ്റ് ഇറ്റ്സ് പീക്ക്. അപ്പം ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ദെയർ, ദേ വിൽ ബി വാച്ചിങ്. പക്ഷേങ്കിൽ മീര ചോദിച്ച ആ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, വെദർ ദേ ക്യാൻ ബൈ പ്രോപ്പർട്ടീസ് നൗ എന്ന് പറഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഇതിപ്പോൾ ഫസ്റ്റ് ഹോം ബയേഴ്സ് ആണെങ്കിലും ശരി, ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, if they can sustain the property and the repayments for the next 3 to 5 years, any time is a good time to buy a property because you're buying an asset. Yeah. And you, ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുക, എല്ലാ ഫസ്റ്റ് ഹോം ബയേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇൻവെസ്റ്റർ ഇത് കറക്റ്റാണോ ഈ ടൈം വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്ന എൻ്റെ നോർമൽ കോൺവെർസേഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. What are your objectives or what are your plans financially? Are you planning to live in New Zealand for a long time? അതോ നിങ്ങൾ പലരും ചെയ്യുന്ന പോലെ ന്യൂസിലൻഡിൽ കയറി ട്രാൻസിറ്റ് ഓസ്ട്രേലിയയിലോട്ട് അല്ല. If you're planning to stay in Australia, in New Zealand for at least 3 to 5 years and hold the property, then it's a right time to buy. Okay. That's right. That's very, good. Yeah, because ഇത് നമ്മൾ ഇന്ന് വാങ്ങിച്ച് നാളെ കൊടുത്തിട്ട് പോകുന്ന ആർക്ക് don't buy. I would say rent
and try and save as much as deposit so that you can buy your asset when you go to Australia. സോ ഇവിടെ ലോങ് ടേം അല്ലെങ്കിൽ ഒരു കുറച്ചധികം നാൾ നിൽക്കാൻ ഉദ്ദേശിക്കുക ഓൾവേസ് എ ഗുഡ് ടൈം. Minimum 3 to 5 years, and historically properties in New Zealand has grown minimum 7%. ഓക്കെ. Okay, അപ്പം അത് ഓവർ എ പീരിയഡ്. അപ്പം ലാസ്റ്റ് 2-3 years നോക്കുവാണെങ്കിൽ നെഗറ്റീവ് ഇക്വിറ്റി ആണ്. ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ നെഗറ്റീവ് ഇക്വിറ്റി പിന്നെ അത് പോസിറ്റീവ് ഇക്വിറ്റിയിലോട്ട് വരും. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീഡിയോകളെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ബിസിനസ് ഓണേഴ്സ് ഒരുപാടുണ്ട്. അവർക്കും ഈ സെയിം ഇപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണോ അവർക്കും അവർക്കും കൊടുക്കുന്ന ഒരു അഡ്വൈസ്, ലൈക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ബിസിനസ് പ്രോപ്പർട്ടീസ്? ഗുഡ് ക്വസ്റ്റ്യൻ. അല്ല, ബിക്കോസ് നമുക്കിപ്പോൾ ഒരു വീട് മേടിക്കാൻ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് മേടിക്കാൻ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 20% ഡെപ്പോസിറ്റാണ്. അതിനകത്ത് നമ്മൾ 20% ഡെപ്പോസിറ്റിൽ കുറച്ച് വാങ്ങിക്കുന്നത് ഫസ്റ്റ് ഹോം ബയേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഒരു എക്സെംഷൻ ഈ ന്യൂ ബിൽഡ് പ്രോപ്പർട്ടീസിന് കൊടുക്കാറുണ്ട്. സോ ഫോർ വ്യൂവേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അവർ ന്യൂ ബിൽഡ് പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് വാങ്ങിക്കാൻ. ഈതർ ഇറ്റ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഓണർ ഓക്കുപ്പൈഡ്. താമസിക്കാനാണെങ്കിലും വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിലും പുതിയ പ്രോപ്പർട്ടിയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ല കമ്പയർ ടു ബൈയിങ് ഇൻ ഓണർ ഓക്കുപ്പൈഡ് പ്രോപ്പർട്ടി. നൗ ഇത് 20% നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഇത് തന്നെ നമ്മളൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ് വാങ്ങിക്കാനാണെങ്കിലും യു ഹാവ് ടു പേ അറ്റ്ലീസ്റ്റ് 30 to 40% ഓക്കെ ഓഫ് ഡെപ്പോസിറ്റ്. ഓക്കെ. ഓക്കെ, ആൻഡ് ഒരു ബിസിനസ് വാങ്ങിക്കാൻ ആ ബിസിനസ്സിൽ എത്രമാത്രം എക്സ്പെർട്ടീസ് നമുക്കുണ്ട്, ആ ബയർക്കുണ്ട് എന്നുള്ളത് ഒരു നോക്കും. ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഒരു ബാങ്കിൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് എത്രയുണ്ട്, അതിനനുസരിച്ചാണ് അവരത് ഡിസൈഡ് ചെയ്യുന്നത്. ആ ബിസിനസ്സിൻ്റെ റിസ്ക് എന്താണ്? സേ ഫോർ എക്സാമ്പിൾ, എങ്ങനെയാ അത് പറയാം, ഡ്യൂറിങ് കോവിഡ് പീരിയഡ് ഒരു റെസ്റ്റോറൻറ്റ് വാങ്ങിക്കാൻ ചെന്നാൽ ആ ബാങ്ക് വിൽ നോട്ട് യാ. സോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡെയറി ഇൻഡസ്ട്രി ആണെങ്കിലും, ഡെയറി ഇൻഡസ്ട്രിയിൽ സ്ട്രഗിൾസിൽ ഗോ ത്രൂ ചെയ്യുമ്പം ഒരു കസ്റ്റമർ അത് പോയി വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇറ്റ്സ് വെരി കോമൺ ലോജിക്സ് ദാറ്റ് വി നീഡ് ടു അപ്ലൈ. പിന്നെ വേറെ എന്താണ്, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയിൽ റീസെൻ്റ്ലി ഐ അറ്റൻഡഡ് ട്രെയിനിങ് ഫ്രം ANZ. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ച്, ഫോർ എക്സാമ്പിൾ a customer who's ഒരു ഡെയറി ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഫുഡ് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി ആണല്ലോ. കേരള ഫുഡ് ഇൻഡസ്ട്രി ഈസ് ബിക്കമിങ് വെരി കോമൺ. മെനി ഓഫ് അവർ ക്ലയൻസ് വോണ്ട് ടു ഡൂ പാർട്ട് ടൈം അതൊക്കെ ചെയ്യുന്നത്. അപ്പം അവരൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ അവരുടെ കടയും കൂടെ ഉണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് മോർ ഈസിയർ. ഓക്കെ. ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എഗെയിൻ ആ ഓണർ ഓക്കുപ്പൈഡും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി റെസിഡൻഷ്യൽ വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഒരു ബിസിനസ് നമ്മൾക്ക് ആ പ്രിമൈസസിൽ നമുക്ക് ബിസിനസ്സും കൂടെ നടത്തിക്കൊണ്ട് പോകാനുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് വാങ്ങിക്കാൻ. Okay, there are two aspects to it. One is buying business, one buying the commercial property to run the business. Okay. ആ ഒരു ക്ലാരിഫിക്കേഷൻ I hope that was clear. യെസ് വെരി ഹെൽപ്ഫുൾ ആക്ച്വലി. കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റിയുടെ പെർസ്പെക്റ്റീവ്, ഇവൻ പേഴ്സണലി ഒരു ഫസ്റ്റ് ഹോം ബയർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പല ആസ്പെക്ട്സ് ഇവിടെ കവർ ചെയ്ത് പോയി. ആൻഡ് ഐ എം ഷുവർ ദ വ്യൂവേഴ്സ് വിൽ റിയലി അപ്രീഷിയേറ്റ് ദിസ് ഫ്രീ മോർഗേജ് ആൻഡ് ഫൈനാൻഷ്യൽ. ഒരു കാര്യം കൂടെ മേരാ ബിഫോർ വി വൈൻഡ് അപ്പ്, ഐ ഡോണ്ട് നോ വെദർ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ആദ്യം വീട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഒരു ഫസ്റ്റ് ഹോം ആയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അഫോർഡബിലിറ്റി എല്ലാം നോക്കിയിട്ട്. പക്ഷേ നമ്മൾ ഇരുന്നിട്ട് പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇത് നല്ല മാർക്കറ്റാണ്. ബിക്കോസ് യു ആർ ഗോയിങ് ടു സെൽ യുവർ പ്രോപ്പർട്ടി ആൻഡ് ബൈ അറ്റ് ദ സെയിം മാർക്കറ്റ്. ഓക്കെ, അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് പറ്റിയ വേറൊരു സംഭവം എന്ന് പറയുന്നത് ബിൽഡിൻ്റെ കോസ്റ്റൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് കോവിഡ്. അപ്പോൾ അവർക്ക് ലാൻഡ് വാങ്ങിച്ചിട്ട് അവരുടേതായ ബിൽഡ് ഡ്രീം ഹൗസായിട്ട് പണിയണമെങ്കിൽ ബാങ്ക്സ് ഹാവ് റിലീസ്ഡ് ഓർ കുറച്ചുകൂടെ റെസ്ട്രിക്ഷൻസ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ ടു ബിൽഡ് യുവർ ഡ്രീം ഹോം ഓൾസോ. ആൻഡ് നമ്മൾ അതിനൊക്കെ നല്ലൊരു എക്സ്പേർട്ട് പ്രൊഫഷണൽ അഡ്വൈസ് തന്നെ ഫ്രം ദ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ യു നീഡ്.
Okay, that's also good to know. ഇനി സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ദാറ്റ്സ് റിയലി ഗുഡ് ടു നോ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മൾ എല്ലാ ആസ്പെക്ട്സും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ് ഹാസ് ബീൻ ലൈക്ക് എ ഫ്രീ ഫൈനാൻഷ്യൽ സെഷൻ ഫോർ മീ ആൻഡ് ടു ഓൾ ദ വ്യൂവേഴ്സ് ഓഫ് ഓഷ്യൻ ന്യൂസ്. ഇനി എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സിമി ചേച്ചിക്ക് കൺക്ലൂഡ് ചെയ്യാൻ എനി റിമാർക്സ്? യെസ്, എന്താ പറയുക, ഇപ്പം നമുക്കൊരു അടുത്ത് തന്നെ നമുക്കൊരു വീട് മേടിക്കണം, അല്ലെങ്കിൽ ഒരു 2 years 3 years വീട് മേടിക്കേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങൾ: പ്ലീസ് വാച്ച് യുവർ സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ യുവർ ബഡ്ജറ്റ്, സ്റ്റാർട്ട് സേവിങ്. കുറേശ്ശെ ആണെങ്കിലും ആ ഒരു ഗോളിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുക. പിന്നെ നാട്ടിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സോ പേരൻസിൻ്റെ അസറ്റ്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് പ്ലാനിങ്. ഇതിനെല്ലാം ഉപരി ഐ തിങ്ക് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കാതെ അപ്രോച്ച് എ പ്രൊഫഷണൽ ഫിനാൻഷ്യൽ അഡ്വൈസർ ലൈക്ക് അസ് ആൻഡ് സ്റ്റാർട്ട് പ്ലാനിങ്. അപ്പം ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ലേറ്റ് ദെൻ സംടൈംസ്. സോ ഇറ്റ്സ് ഓൾവേസ് പ്ലാൻ അഹെഡ്, sit for a meeting, save, and during this financial ഒരു വർഷം 1.5 വർഷം ഇനി കുറച്ചുകൂടെ ടഫ് ടൈമാണ്. വി ആർ ദെയർ, നമ്മളും നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. അപ്പം ഒന്ന് പ്ലാൻ ചെയ്ത് ചിലവാക്കുക, അൺനെസസറി എക്സ്പെൻസസ് വരുത്തി വെക്കാതിരിക്കുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. I think that's great way to end the interview, the golden words of financial advice. Thank you so much once again for taking time out from your very busy schedule and sitting down with us for the viewers of Ocean News and giving us your valuable financial advice. Signing off for Ocean News, Meera Muralidharan.